ഇതെൻ്റെ ഡെയിലി ബേസിസ് വ്ളോഗിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പം ഇന്ന് എന്താ തുടങ്ങേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫോണൊന്ന് പഴയ ഫോണൊന്ന് ഓണാക്കി നോക്കിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഇതാ. അടിച്ചു പോയി ഗൈസ്. മോനെ എന്നാ പറ്റിയടാ, നല്ല ദണ്ണമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഞാൻ പൊട്ടിയിട്ടിട്ടില്ല ഗൈസ്, പൊട്ടിയിട്ടിട്ടില്ല. ആദ്യമായിട്ട് പൊട്ടിയിടാ പുറത്തിറങ്ങിയ മീൻസ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ടാണ് പൊട്ടിയിടാതിരിക്കുന്നത്. ഇത് സാധാരണ വീട്ടിൽ നിൽക്കുന്ന പോലെയാണ്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഉണ്ടായാലും അങ്ങ് ക്ഷമിച്ചു തരുമോ? ഇപ്പം എന്താ പറയുക, മുറിക്കകത്ത് ഇങ്ങനെ നടന്ന് കറങ്ങുന്നതല്ലാതെ പുറത്തോട്ടിറങ്ങാനായിട്ടൊരു മടി. ഇതൊക്കെ വെച്ചോണ്ടേ എൻ്റെ ഫോൺ അടിച്ച് പോയി ഗൈസ്. എൻ്റെ ഫോൺ പോയി, ഞാനതാ നോക്കുന്നത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എടുക്കേണ്ട വീഡിയോ ഞാൻ ഇതിനകത്ത് എടുക്കാമെന്നുള്ള രീതിയിലാണ് നോക്കിയത്. അപ്പോഴത്തേക്ക് അത് പോയി. പോട്ടെ, കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഉള്ള കൊട്ടനുണ്ടല്ലോ, അത് മതി. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോട്ടെ. ആക്ച്വലി എന്താ പറയുക, ആരുമില്ല ഇവിടെ. വീട്ടുകാരെ ഒന്നൊന്നായിട്ട് പരിചയപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല. കിച്ചണിലാണ്, ഇവിടെ ആരുമില്ല. നോക്കട്ടെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാ, ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ഞാൻ ആരെങ്കിലും കിട്ടിയിട്ട് വിളിക്കാവേ. ആരെങ്കിലും കിട്ടിയിട്ട് വരാം. അമ്മച്ചിയെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അമ്മച്ചി പറമ്പിൽ നിൽക്കുക. എനിക്കിങ്ങനെ വർത്തമാനം പറയാനായിട്ടൊരു മടി. ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ പറമ്പൊക്കെ ഒന്ന് കാണിക്കാം. വണ്ടി, അച്ഛൻ്റെ വണ്ടി, അച്ഛൻ്റെ മറ്റൊരു വണ്ടി, ഒരു സ്കൂട്ടറും കൂടെ ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. അതൊക്കെ മതി. ആദ്യമായിട്ടായതുകൊണ്ടൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്. ഓട്ടെ, സാരമില്ല. അവിടെ നിൽക്കുക എൻ്റെ മോനെ. ഞാനിപ്പം നോക്കിയപ്പോഴത്തേക്കാണ് അമ്മച്ചി അവിടെ മുല്ലപ്പൂ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, കൊട്ടയ്ക്കകത്ത് കുറച്ച് മുല്ലപ്പൂണ്ട്, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പറിച്ചിട്ടാം. ചെല്ലട്ടെ. ഇട്ടോളൂ. മേടിച്ചു പോയി, അത് കളഞ്ഞേലേ. കുറച്ച് വരുന്ന ചെവിക്കായിട്ട് ബന്ധമൊന്നുമില്ല. ഇതാണ് അമ്മച്ചിയാണ് നമ്മുടെ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം അമ്മച്ചിയോട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം ഇതിന്റെ പടം ഒന്ന് പിടിച്ചേ. ആ പിന്നെ കൊന്നപ്പൂവിന്റെ അങ്ങോട്ട് മാറി. വേറൊന്നല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടില് കൊന്നപ്പൂവിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാവോ? നമ്മുടെ കാണാവോ? മതിയല്ലേ? കൊന്നപ്പൂ ഉണ്ട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കുറെ മുല്ലപ്പൂ ഉണ്ട്. അമ്മച്ചി കാട്ടി കിടന്നുകൊണ്ട് കാട്ടി കൂട്ടുക. കൊള്ളാമല്ലോ, കാട്ടി കിടന്ന് കാട്ടി കൂട്ടുക. കൊട്ട ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ അത് പോവും. കണ്ടോ മുല്ലപ്പൂ ഇത്ര മുല്ല നോക്കുന്നുണ്ടോ? കൊപ്പ
ആ അമ്മച്ചി പല്ല് വെച്ചിട്ടില്ല, അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ഇല്ലാതില്ല. നമുക്കെന്താ, എനിക്കിങ്ങനെ പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ലേ? ഇതേലുണ്ടല്ലോ അല്ല ഏതാ? കൊന്ന പിടിച്ചോ? കൊന്ന പിടിച്ച്. എന്ത് രസം. നമ്മുടെ മുട്ടിട്ടിട്ടുണ്ട്. ആ നമ്മുടെ ഇവിടെയും കൊന്നയുണ്ട് കേട്ടോ. നീറല്ല ഞാൻ ചെയ്യാം, ഇവിടുത്തെ പൂക്കളും ചെടികളും ഒക്കെ ആദ്യം നിങ്ങളൊന്ന് കാണിക്കാം. അത് ഇത് എന്തോ ഒരു പൂ, പിന്നെ അടിയിലെന്തോ സാധനം, ഇതെന്തോ പൊങ്ങി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല, മഞ്ഞ ചെത്തി. ആ മഞ്ഞ ചെത്തി ഉണ്ട്. ഞാൻ രാജവല്ലിക്ക് ഒഴിക്കാൻ കൊണ്ടുപോകുന്ന ഇങ്ങനെയൊക്കെ പിടിച്ചാൽ പോരെ. ഒഴിക്കുക. എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ കമന്റ് ബിലോ. എനിക്കറിയത്തില്ല കേട്ടോ, ഫസ്റ്റ് ടൈം അല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കിട്ടോ? ആ എന്ത് രസാ, എന്ത് രസമാണ്. ഇതൊക്കെയാണ് എല്ലാ പൂവും. ഇതോ അമ്മച്ചി, ഞാൻ അമ്മച്ചിയുടെ ചെടിയുടെ വ്ളോഗ് എടുക്കാൻ വന്നല്ല, ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കാൻ വന്ന. ആ മതി അവർ കണ്ടു. കുലുങ്ങുന്ന പടം കിട്ടും. കുലുങ്ങുന്ന കുലുക്കിക്കൊണ്ടിരിക്കും. ആ കണ്ട് അവർ കണ്ട്. അത് നല്ല ഭംഗി. അങ്ങനെ എന്താ ചെയ്യാ, പ്രായം ചെന്നവർക്ക് കുട്ടികളുടെ സ്വഭാവമാണ്. നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഞങ്ങളുടെ വീട്ടിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, എത്രത്തോളം കാണാമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് പെരയുടെ മണ്ടക്കകത്തും കൂടെ കിടപ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഞാനൊരു ദിവസം പൂവിനിട്ട് പിടിച്ച് ഞെക്കി, പൂവിൻ്റെ മൊട്ടിനിട്ട്. അപ്പം അത് അമ്മച്ചിയും പാലിച്ചു എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ഞെക്കി വിടർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുറ്റത്ത് ഇറങ്ങുന്ന ആദ്യമായിട്ടാ. ഞാൻ ഇറങ്ങാറില്ല. അമ്മ സത്യം, ഞാൻ ഇറങ്ങാറില്ല. കാരണം ഞാൻ ആകെ ഇറങ്ങുന്നത് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും പോകാനും ഒക്കെ ആട്ടോ. അമ്പലത്തിൽ പോകാനും സ്കൂളിൽ പോകാനും. അപ്പോൾ ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇതൊക്കെ വീട്ടില്. കണിക്കൊന്ന ഉണ്ടായിട്ടുണ്ടല്ലേ. ആ മതി ലില്ലി അല്ല, എന്താ ഇത് കിട്ടുക? മതി. ഇതിന് ഞാൻ എക്സ്ട്രാ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.